ദിവസങ്ങളിലെല്ലാം തന്നെ അവൾ തീർത്തും അവഗണിച്ചിരുന്നു. താൻ അവളുടെ സാമീപ്യം ആഗ്രഹിച്ചിരുന്നുവെങ്കിലും തൽക്കാലം ഒരകൽച്ച സൂക്ഷിച്ചു പോന്നു. 13 വയസ്സുകാരിയുടെ വാക്ക് എപ്പോൾ വേണമെങ്കിലും മാറാമല്ലോ എന്ന ഭയം തന്നിലുണ്ടായിരുന്നു. അതിനാൽ തന്നെ അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാതിരിക്കാനും അവളെ ശുണ്ഠി പിടിപ്പിക്കാതിരിക്കാനും താൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ആ അകൽച്ച പതിയെ വളർന്നു വളർന്ന് തീർത്തും അപരിചിതമായ അവസ്ഥയിലേക്ക് തങ്ങളെ കൊണ്ടെത്തിച്ചു. തന്നെ എപ്പ കണ്ടാലും അവളുടെ മുഖം ദേഷ്യത്താൽ ചുമന്നു തൊടുത്തു. അവളുടെ അനിഷ്ടത്തിന് പാത്രമായാലോ എന്ന് ഭയന്ന് ഉള്ളിലുള്ള ഇഷ്ടം തുറന്നു പറയാനുമായില്ല. ഇതെല്ലാം തങ്ങൾ തമ്മിലുള്ള അകൽച്ചയ്ക്ക് ആക്കം കൂട്ടി. അനന്യ കോളേജിൽ തന്റെ സഹപാഠിയായിരുന്നു. ഒരു ശുദ്ധഗതിക്കാരി, വിനയത്തോടെ എല്ലാവരോടും സംസാരിക്കുന്ന, ദേഷ്യമുളവാക്കുന്ന സന്ദർഭങ്ങളിൽ പോലും ആരെയും എതിർത്ത് സംസാരിക്കാത്ത ഒരു സുന്ദരി പെൺകുട്ടി. ചെറുതായി ചുരുണ്ട് നീണ്ട ഇടതൂർന്ന കാർകൂന്തൽ മെടഞ്ഞിട്ടാണ് അവൾ വരിക. അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും മുടി കണ്ടിട്ടായിരുന്നു. പതിയെ തങ്ങൾക്കിടയിൽ സൗഹൃദം രൂപപ്പെട്ടു. അവളാണ് ആദ്യം തന്നോട് പ്രണയം പറഞ്ഞത്. പക്ഷേ അത് ഉൾക്കൊള്ളാൻ തനിക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തപസ്യയെക്കുറിച്ചും അവളോടുള്ള തന്റെ പ്രണയത്തെക്കുറിച്ചും തുറന്നു പറഞ്ഞു. നിരാശ മുഖത്ത് പ്രകടമായിരുന്നുവെങ്കിലും ഒരു നേർത്ത പുഞ്ചിരി വരുത്തി അവൾ വിടവാങ്ങി. എങ്കിലും സൗഹൃദത്തിന് കോട്ടം തട്ടാതിരിക്കാൻ തങ്ങൾ രണ്ടാളും ശ്രമിച്ചു. MBA ചെയ്യാൻ UK പോകും മുൻപ് തപസ്യയെ ചെന്ന് കണ്ട അന്നത്തെ സംഭവങ്ങൾ പറയണമെന്നും ബാല്യകൗമാര ദിനങ്ങളിൽ കാണിച്ചിരുന്ന വികൃതികൾക്ക് ക്ഷമ ചോദിക്കണമെന്നും പറ്റുമെങ്കിൽ ഒരു സൗഹൃദം തങ്ങൾക്കിടയിൽ സൃഷ്ടിക്കണമെന്നും എല്ലാം ചിന്തിച്ചുറപ്പിച്ചിരുന്നു. പക്ഷേ അന്നും അവൾ തന്നെ ഗൗനിച്ചില്ല. അഭിലാഷിന്റെ കൂടെ സദാസമയവും അവളെ കാണുമ്പോൾ അവർ തമ്മിൽ പ്രണയം വല്ലതുമുണ്ടോ എന്ന് പോലും താൻ സംശയിച്ചിരുന്നു. അഭിലാഷിനെ അവൾ ചേർത്ത് നിർത്തുമ്പോൾ തന്നെ ഒരു കൈയകലത്തിൽ പോലും നിർത്താൻ അവൾ തയ്യാറായിരുന്നില്ല. അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് താൻ ഉറച്ചു വിശ്വസിക്കാനും തുടങ്ങി. അഭിലാഷിനോട് അതേപ്പറ്റി ചോദിച്ചാലോ എന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും അത് സത്യമാണെന്ന് അവനിൽ നിന്നും കേൾക്കാൻ താൻ ഒട്ടും ആഗ്രഹിച്ചിരുന്നുമില്ല. അതിനാൽ തന്നെ ഒന്നും ചോദിക്കാതെ ഒന്നും വെളിപ്പെടുത്താതെ താൻ തുടർ വിദ്യാഭ്യാസത്തിനായി പുറത്തേക്ക് പോയി. എന്നിട്ടും ഒരിക്കൽ അഭിലാഷിനോട് താൻ ചോദിച്ചിരുന്നു, നീ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ എന്ന്. ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും അത് ആരെന്ന് വെളിപ്പെടുത്താൻ അവൻ തയ്യാറായില്ല. പകരം നിങ്ങൾക്കെല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരാളാണെന്ന് മാത്രം പറഞ്ഞു. അതിൽ നിന്നും അത് തപസ്യ തന്നെയാണെന്ന് താൻ ഉറപ്പിക്കുകയായിരുന്നു. തന്റെ അനുജന്റെ പെണ്ണ് തനിക്ക് അനുജത്തിയാണെന്ന ചിന്തയിൽ അവളെ മറക്കാനായിരുന്നു പിന്നീടുള്ള ശ്രമം. അപ്പോഴും അനന്യമായി സൗഹൃദം കാത്തു സൂക്ഷിച്ചു. സന്ദേശങ്ങളും ഫോൺ വിളികളും പതിവായപ്പോ സൗഹൃദം എപ്പോഴോ പ്രണയത്തിന് വഴിമാറി. അതിന് കാരണം പോലും അവൾക്ക് തന്നോടുണ്ടായിരുന്ന തീവ്ര പ്രണയമായിരുന്നു. അതോ തപസ്യയെ മറക്കണമെങ്കിൽ മറ്റൊരു ജീവിതം താൻ തുടങ്ങണമെന്ന സുഹൃത്തുക്കളുടെ ഉപദേശമായിരുന്നു. എന്നിട്ടും അനുകൂലമായൊരു മറുപടി അനന്യയ്ക്ക് താൻ നൽകിയിരുന്നില്ല. മനസ്സിൽ അപ്പോഴും തപസ്യയായിരുന്നു. തപസ്യയെ മറക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ അവളുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും കേൾക്കാൻ താൻ താല്പര്യം കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ വിവേകുമായി തപസ്യയുടെ വിവാഹം നിശ്ചയിച്ചതിന് ശേഷമാണ് താൻ അതേപ്പറ്റി അറിഞ്ഞത്. ആദ്യം ഞെട്ടലായിരുന്നു. താൻ ചിന്തിച്ചു കൂട്ടിയതെല്ലാം തെറ്റായിരുന്നെന്ന് ഉൾക്കൊള്ളാൻ പോലും ആകുന്നുണ്ടായിരുന്നില്ല. കാര്യങ്ങൾ വീട്ടിൽ പറഞ്ഞാലോ എന്ന് ചിന്തിച്ചു തുടങ്ങി. ആദ്യപടിയായി അഭിലാഷിനെ വിളിക്കുകയാണ് ചെയ്തത്. തപസ്യയുടെ മനസ്സറിയുക എന്നതായിരുന്നു ലക്ഷ്യം. വിവാഹം ഉറപ്പിച്ചെങ്കിലും വിവേകിനെ ഉപേക്ഷിച്ച് തന്നെ സ്വീകരിക്കാൻ തയ്യാറായാലോ എന്ന ചിന്തയെ തുടർന്നായിരുന്നു അത്. തന്റെ ഉള്ളിലുണ്ടായിരുന്ന പ്രണയം അവളിലും ഉണ്ടെങ്കിലോ എന്ന ചിന്ത. പക്ഷേ അവളപ്പോൾ വിവേകുമായി ഫോണിൽ സല്ലപിക്കുകയാണെന്നും ഇപ്പോ ഈ ലോകത്തൊന്നും അല്ലെന്ന് തോന്നുന്നുവെന്നും അഭിലാഷ് പറഞ്ഞപ്പോ ഉള്ളിലെ ഒരു മെഴുകുതിരിനാളത്തിന്റെ പ്രതീക്ഷ പോലും അസ്തമിച്ചു. അനന്യയ്ക്ക് താൻ വിവാഹ വാഗ്ദാനം നൽകിയത് പോലും തപസ്യ വിവേകിന് സ്വന്തമാണെന്ന് അറിഞ്ഞതിന് ശേഷമായിരുന്നു. തപസ്യ അല്ലെങ്കിൽ അനന്യ എന്നതായിരുന്നില്ല തന്റെ ചിന്ത. അനന്യ വീണ്ടും വീണ്ടും തന്നെ സമീപിച്ചപ്പോ നമ്മൾ സ്നേഹിക്കുന്നവരെ സ്വന്തമാക്കുമ്പോഴല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെ നേടുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നതെന്ന സുഹൃത്തുക്കളുടെ ഉപദേശത്തെ തുടർന്ന് തന്നെയാണ് താൻ അനന്യയെ വിവാഹം ചെയ്യാൻ തയ്യാറാണെന്ന് അറിയിച്ചത്. അനന്യയെ ഒരിക്കലും കുറ്റപ്പെടുത്താനാവില്ല. മുൻപ് പ്രണയിച്ചിരുന്ന പെൺകുട്ടിയെ തന്നെയാണ് താൻ ഇന്ന് വിവാഹം ചെയ്തിരിക്കുന്നത്. നേരം കൊല്ലാൻ താൻ കണ്ട വിനോദം മാത്രമായിരുന്നു അനന്യയെന്ന് അവൾ ചിന്തിച്ചതിൽ തെറ്റു പറയാനാവോ? അവൻ സ്വയം ചോദിച്ചു. പുറകിൽ നിന്നും കാലടി ശബ്ദം കേട്ടതും ആദിത്യൻ ചിന്തകളിൽ നിന്നും ഉണർന്നു. തിരിഞ്ഞു നോക്കിയപ്പോ തന്നെ നോക്കി നിൽക്കുന്ന തപസ്യയെ അവൻ കണ്ടു. എന്താ? ചായ എടുത്തിട്ടുണ്ട്, താഴേക്ക് വരാൻ ചിറ്റ പറഞ്ഞു. ആരോട്? ആദിയേട്ടനോട്. അപ്പൊ നിനക്കെന്നെ ഏട്ടനെന്നൊക്കെ വിളിക്കാൻ അറിയാം അല്ലേ? അവൾ ചോദ്യഭാവേന അവനെ നോക്കി. അല്ല, തന്നോടെന്നാകും മറുപടി എന്നാ ഞാൻ കരുതിയിരുന്നത്. തപസ്യ മറുപടി നൽകാതെ മുഖം താഴ്ത്തി. നീ ചായ കുടിച്ചോ? ഇല്ല. എങ്കി വാ. ആദിത്യനെ അനുഗമിച്ചുകൊണ്ട് അവൾ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. മോനെ ആദി, നിങ്ങൾ രണ്ടാളും കൂടി അച്ഛന്റെ തറവാട്ടിലൊന്ന് പോണം, അച്ഛനെ കാണാൻ. ചായ പകർന്നു നൽകുമ്പോ മാലതി ആദിത്യനോട് ആവശ്യപ്പെട്ടു. അച്ഛനെ കാണാനോ? അച്ഛൻ സമ്മതിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അച്ഛനാ നിന്നോട് പറയാൻ പറഞ്ഞത്.
അച്ഛനിതെന്തു പറ്റി? അന്ന് ശ്രീദേവി വന്നപ്പോ പറഞ്ഞിരുന്നു അച്ഛൻ മരണാസന്നനാണെന്ന്. ഇന്ന് രാവിലെ അവള് വിളിച്ചിരുന്നു. അവള് പോയി കണ്ടുത്രേ. നിന്റെ വിവാഹം കഴിഞ്ഞതൊക്കെ അറിഞ്ഞപ്പോ നിന്നെയും മോളെയും ഒന്ന് കാണണമെന്ന്. ഒന്ന് പോയി കണ്ടിട്ട് വരൂ. മരണശേഷം അതൊരു വിഷമമായി അവശേഷിക്കണ്ട. അവരൊക്കെ ഉണ്ടാവില്ലേ അമ്മേ? ഉണ്ടാകും. ആരെയും മുഷിപ്പിക്കാൻ നിൽക്കണ്ട. അങ്ങോട്ട് കയറ്റുമെന്ന് ആർക്കറിയാം? ശ്രീദേവിയെ കയറ്റിയില്ലേ? പിന്നെയാണോ നിങ്ങളെ? അച്ഛൻ പോകുന്നില്ലേ? അറിയില്ല. വായ്ക്കരി ഇടാനെങ്കിലും പോകേണ്ടി വരുമല്ലോ. പക്ഷെ ഇനി എന്തെങ്കിലും അനർത്ഥം പ്രതീക്ഷിക്കാം. 25 കൊല്ലത്തെ കാത്തിരിപ്പ് അവസാനിക്കാൻ സമയമായി. അമ്മ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഈ ആത്മാവും പ്രേതവും പിശാചും. ഈ നൂറ്റാണ്ടിൽ ഇതൊക്കെ വിശ്വസിക്കുന്നുവെന്ന് കേട്ട ആളുകൾ കളിയാക്കും. വിശ്വസിക്കാതെ തരവില്ലാതെ. രുദ്രയെ നീ കണ്ടിട്ടില്ലല്ലോ. അവളുടെ മരണത്തിന് മാത്രമല്ല നിന്റെ വല്യച്ഛന്മാർ ഉത്തരവാദികള്. അവളുടെ വയറ്റിൽ നാമ്പിട്ട ഒരു ജീവനുണ്ടായിരുന്നു. രുദ്രയുടെയും ദേവദത്തിന്റെയും കുഞ്ഞ്. പിന്നെ അവളുടെ അമ്മ, അവളുടെ ജീവനായ ദേവദത്തൻ. മാലതി ദീർഘമായി നിശ്വസിച്ചു. അമ്മയുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അതിന്റെയൊക്കെ പക തീർക്കാൻ രുദ്രയുടെ ആത്മാവ് വരുമെന്നൊക്കെ വിശ്വസിക്കുന്നത് വെറും അന്ധവിശ്വാസമല്ലേ? കാണാനുള്ളതാണ് ഇനി ഓരോന്നും. കണ്ടു തന്നെ അറിയൂ. എങ്കിലും 25 വർഷത്തെ കാത്തിരിപ്പ് എന്തിനാ അമ്മേ? അന്നേ തീർത്തുകൂടായിരുന്നോ? നിനക്ക് അച്ഛനും രുദ്രയും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ? ഇല്ല. ദേവൻ ചെറിയച്ഛന്റെ ഭാര്യയായിരുന്നില്ലേ രുദ്ര? ദേവന്റെ എല്ലാമായിരുന്നു രുദ്ര. നിന്റെ അച്ഛച്ചന്റെ മകൾ കൂടിയായിരുന്നു അവൾ. മകളോ? അതെങ്ങനെ? അച്ഛച്ചന് 3 ആൺമക്കളല്ലേ? മൂത്തത് രവീന്ദ്രൻ, രണ്ടാമത്തത് മഹേന്ദ്രൻ, ഏറ്റവും ഇളയത് എന്റെ അച്ഛൻ ഹരീന്ദ്രൻ. അത് നിയമപരമായുള്ള മക്കൾ. എന്നാൽ അച്ഛച്ചൻ ആരും അറിയാത്ത മറ്റൊരു കുടുംബം കൂടി ഉണ്ടായിരുന്നു. സുഭദ്ര എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. അച്ഛച്ചന്റെയും ആ സ്ത്രീയുടെയും മകളായിരുന്നു രുദ്ര. അപ്പോ സ്വന്തം സഹോദരന്മാര് തന്നെയാണോ അവരെ കൊന്നത്? അതെ, രവീന്ദ്രനും മഹേന്ദ്രനും. പക്ഷേ അതൊരു അപകടമരണമാണെന്നാ നാട്ടുകാരുടെ വിശ്വാസം. അങ്ങനെയല്ലെന്ന് ഞങ്ങൾക്കറിയാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മേ. നീ കൂടുതൽ ആലോചിച്ച് തലപുണ്ടാക്കണ്ട. ചായ കുടിച്ചിട്ട് എഴുന്നേറ്റ് പോവാൻ നോക്ക്. എത്രയും പെട്ടെന്ന് തബുവിനെ കൂട്ടി അച്ഛച്ചനെ കാണാൻ പോണം, കേട്ടല്ലോ? അവനൊന്ന് മൂളി. പിന്നെ ആത്മാവ് ഒന്ന് പ്രതികാരം ചെയ്യാൻ പോന്നു. ഓരോ അന്ധവിശ്വാസവും പേര് നടക്കുന്നു. മരിച്ചു മണ്ണടിഞ്ഞിട്ട് വർഷങ്ങളായി. അപ്പോഴില്ലാത്ത പ്രതികാരമായി ഇപ്പോ. മാലതി അടുക്കളയിലേക്ക് പോയതും ആദിത്യൻ മുറുമുറുത്തു. തന്നെ തുറിച്ചു നോക്കുന്ന തപസ്യയെ അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്. എന്താടി നോക്കി പേടിപ്പിക്കുന്നേ? ഒന്ന് ഞെട്ടി അവൾ ചുമൽ കൂച്ചിക്കൊണ്ട് ഒന്നുമില്ലെന്ന് കാണിച്ചു. ശേഷം ഒഴിഞ്ഞ ചായക്കപ്പുകളുമായി അടുക്കളയിലേക്ക് നടന്നു. തായി തിരിച്ചു പറയുന്ന തപസ്യ എന്താണിപ്പോ നിശബ്ദയാകുന്നതെന്നോർത്ത് അവൻ അത്ഭുതം തോന്നി. പിന്നീടുള്ള ദിവസങ്ങൾ കോളേജും വീടും മാത്രമായിരുന്നു തപസ്യയുടെ ലോകം. ആദിത്യന്റെ കൺമുന്നിൽ പോലും പെടാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ആദിത്യൻ അനന്യയെ പൂർണ്ണമായി മറക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള ഒരു വെള്ളിയാഴ്ച പതിവ് പോലെ കോളേജിൽ പോയി വന്ന തപസ്യ ആദിത്യനോടൊപ്പം ഹരീന്ദ്രന്റെ തറവാട്ടിലേക്ക് പോകാൻ തയ്യാറായി. തപസ്യ തയ്യാറായി കഴിഞ്ഞിട്ടും ആദിത്യൻ എന്തോ ചിന്തയിലായിരുന്നു. കഴിഞ്ഞില്ലേ? തപസ്യയുടെ ചോദ്യമാണ് അവനെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. നീ കാറിൽ പോയിരുന്നോ? ഞാനിതാ വരുന്നു. കാറിന്റെ ചാവി അവൾക്ക് നീട്ടിക്കൊണ്ട് അവനത് പറഞ്ഞപ്പോ തലയാട്ടിക്കൊണ്ട് അവൾ നടന്നകന്നു. ഇന്ന് അവളോട് സംസാരിക്കണം, പഴയതുപോലെ. അല്ല, അതിനേക്കാൾ തനിക്ക് അവളെ പ്രണയിക്കാൻ കഴിയും. പക്ഷേ അനന്യയെ മറക്കാൻ ഒരല്പസമയം തനിക്ക് ആവശ്യമാണ്. അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം. ഇതൊക്കെ ആലോചിച്ച് കാറിനടുത്തെത്തിയപ്പോ കോ ഡ്രൈവർ സീറ്റിൽ അഭിലാഷ് ഇരിക്കുന്നത് കണ്ട് ആദിത്യൻ പല്ല് ഞെരിച്ചു. നീ ഇതെങ്ങോട്ടാ? നിങ്ങൾ എങ്ങോട്ടാണോ അങ്ങോട്ടേക്ക് തന്നെ. നിന്നെ ആരെങ്കിലും ക്ഷണിച്ചോ? ഞാൻ പറഞ്ഞിട്ട് അഭി കൂടെ വരുന്നേ. പുറകിലെ സീറ്റിലിരിക്കുന്ന തപസ്യയുടെ ശബ്ദം കേട്ടതും ആദിത്യന് ദേഷ്യം ഇരച്ചു കയറി. ഒന്ന് അമർത്തി മൂളി പദ്ധതി പൊളിഞ്ഞ വിഷമത്തിൽ ആദിത്യൻ കാറിലേക്ക് കയറി. സ്റ്റിയറിംഗ് തിരിക്കുമ്പോ ആദിത്യൻ നിശബ്ദനായിരുന്നു. എന്നാൽ അഭിലാഷും തപസ്യയുമാകട്ടെ ലോകകാര്യങ്ങൾ പോലും ചർച്ച ചെയ്യുകയായിരുന്നു. കുറുമശ്ശേരി എന്ന തറവാടിന്റെ മുറ്റത്തേക്ക് അവൻ തന്റെ കാർ ഓടിച്ചു കയറ്റി. കാറിന്റെ ശബ്ദം കേട്ട് അകത്തുനിന്നും മഹേന്ദ്രന്റെ ഭാര്യ ഗൗതമി ഇറങ്ങി വന്നു. മൂവരും കാറിൽ നിന്നും ഇറങ്ങി. വന്നവരെ മനസ്സിലാകാതെ ഗൗതമി ചോദ്യഭാവേന നോക്കി. അച്ഛന്റെ സഹോദരിയുടെ മകനായ ദേവദത്തന്റെ മരണത്തിന് ശേഷം ഹരീന്ദ്രൻ തന്റെ അച്ഛനും സഹോദരങ്ങളുമായുള്ള ബന്ധം ഏറെക്കുറെ ഉപേക്ഷിച്ചിരുന്നു. അമ്മ ജീവിച്ചിരുന്ന കാലം വരെ വല്ലപ്പോഴുമുള്ള വരവും പോക്കും ഉണ്ടായിരുന്നുവെങ്കിലും അമ്മയുടെ മരണശേഷം ആ വീടിന്റെ പടി കയറാൻ കൂടി ഹരീന്ദ്രൻ തുനിഞ്ഞില്ല. അതുമൂലം തന്റെ സ്വന്തം സഹോദരങ്ങളും പിതാവുമായുള്ള ബന്ധത്തിന് പൂർണ്ണമായും വിള്ളൽ വീണു. അതിനാൽ തന്നെ ഗൗതമിക്ക് വന്നവരെ തിരിച്ചറിയാൻ സാധിച്ചില്ല. ആരാ? മനസ്സിലായില്ല. ചേച്ചിയമ്മ മറന്നോ? ഞങ്ങള് ഹരീന്ദ്രന്റെ മക്കളാ. ആദിയും അഭിയും? അതെ, മറന്നിട്ടില്ല മക്കളെ. പക്ഷെ കണ്ടിട്ട് വർഷങ്ങളായില്ലേ. പെട്ടെന്നങ്ങ് പിടികിട്ടിയില്ല.
ആദിയുടെ കല്യാണം കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു ചേച്ചിയമ്മേ. ശ്രീദേവി വന്നപ്പോ പറഞ്ഞിരുന്നു വിശേഷമൊക്കെ. പേര് മറന്നു. തപസ്യ. കയറി വാ മക്കളെ. ബാക്കിയുള്ളവരൊക്കെ? എല്ലാരും ഇവിടെ ഉണ്ട്, ഞാൻ വിളിക്കാം. അവർ മൂവരും അകത്തേക്ക് കയറി. തപസ്യ തന്റെ വലത് കാൽ അകത്തേക്ക് വെച്ചതും മുറിയിലിരുന്ന രവീന്ദ്രന് അസ്വസ്ഥത തോന്നി തുടങ്ങി. അയാൾ വെട്ടിവിയർത്തു. എന്തോ ഒരു ചൂട് തന്നെ പൊതിയുന്നത് പോലെ തോന്നിയ രവീന്ദ്രൻ ഭാര്യയായ വസുന്ധരയെ വിളിച്ച് കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടു. അതേസമയം കുളത്തിൽ നീന്തി കുളിക്കുകയായിരുന്ന മഹേന്ദ്രന് പൊടുന്നനെ ശരീരം തളരുന്നത് പോലെ തോന്നി തുടങ്ങി. നീന്തുമ്പോൾ ശരീരം കുഴയുന്നു. അയാൾ എങ്ങനെയോ ആയാസപ്പെട്ട് നീന്തി പടവിലേക്കിരുന്ന് ആഞ്ഞാഞ്ഞ് ശ്വാസം വലിച്ചു. നെഞ്ചിടിപ്പ് ക്രമം തെറ്റി തുടങ്ങി. ശ്വാസോച്ഛ്വാസം കഴിക്കാൻ അയാൾ വല്ലാതെ പ്രയാസപ്പെട്ടു. തപസ്യയുടെ മുഖം കോപത്താൽ ചുവന്നു തുടുത്തിരുന്നു. അപ്പോൾ മുച്ചൂടും നശിപ്പിക്കാനുള്ള അഗ്നി അവളുടെ കണ്ണിലെരിഞ്ഞത് ആരും കണ്ടില്ല. അച്ചച്ചൻ? ആദിയുടെ ചോദ്യം കേട്ടതും ഗൗതമി വടക്കേ അറ്റത്തുള്ള മുറിയിലേക്ക് വലതു കൈ ചൂണ്ടിക്കൊണ്ട് അവിടെയാണ്, വരൂ എന്ന് മറുപടി പറഞ്ഞു. ആദിത്യനും അഭിലാഷും തപസ്യയും അങ്ങോട്ടേക്ക് നടന്നു. ഹരീന്ദ്രന്റെയും രവീന്ദ്രന്റെയും മഹേന്ദ്രന്റെയും അച്ഛനായ മാധവ പണിക്കർ കട്ടിലിൽ കണ്ണുകൾ അടച്ചു കിടക്കുന്നു. എല്ലുന്തിയ ശരീരവും ഒട്ടിയ കവിളുകളും കുഴിഞ്ഞ കണ്ണുകൾക്ക് ചുറ്റുമുള്ള കറുത്ത പാടുകളും അയാൾ അവശനെന്ന് വിളിച്ചോതുന്നുണ്ടായിരുന്നു. അച്ഛാ. ഗൗതമി അടുത്തു ചെന്ന് അയാളെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. മാധവ പണിക്കർ ആഴത്തിലുള്ള ഉറക്കത്തിലായിരുന്നതിനാൽ തന്നെ ഗൗതമിയുടെ വിളി കേട്ടില്ല. അച്ഛാ, ഇത് ആരൊക്കെയാ കാണാൻ വന്നിരിക്കുന്നെന്ന് നോക്കിയേ. ശ്രീദേവിയോട് പറഞ്ഞിരുന്നില്ലേ കൊച്ചുമക്കളെ കാണണമെന്ന്? എഴുന്നേക്ക്, അവരൊക്കെ വന്നപ്പോ അച്ഛൻ ഉറങ്ങുവാണോ? അയാൾ വിളിയൊന്നും കേട്ടതേയില്ല. ഗൗതമിയെ കൂടാതെ ആദിത്യനും അഭിലാഷും തങ്ങളുടെ അച്ഛനെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. അതും ഫലം കണ്ടില്ല. ഈ ഇടയായി ഇങ്ങനെയാ. രാത്രി ആസ്മയുടെ ശല്യം വല്ലാണ്ടുണ്ടേ. ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് രാവിലെയാ കൂടുതൽ ഉറങ്ങുക. നിങ്ങൾ ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാം. ഗൗതമി മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി. ആദിത്യനും അഭിലാഷും മുറിയിലിട്ടിരിക്കുന്ന സോഫയിൽ ആസനസ്ഥരായി. തപസ്യയോട് ഇരിക്കാൻ പറഞ്ഞെങ്കിലും അവൾ മാധവ പണിക്കരുടെ കട്ടിലിന് ഓരം ചേർന്നു നിന്നു. മെല്ലെ അവളുടെ വലത് കൈ അയാളുടെ മൂർധാവിലേക്ക് നീണ്ടു. അവളുടെ തലോടൽ ഏറ്റുവാങ്ങിയതും അയാൾ തന്റെ കണ്ണുകൾ പതിയെ തുറന്നു. തുടരും.